ഇന്നത്തെ കണി കൊള്ളാം. ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ച് നോക്കിയാലോ. കാണല്ലേ. എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സ് നിന്റെ മനസ്സ്. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക്. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈസ്റ്റ് ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് പ്രിയ, നമുക്കിന്ന് എൻജോയ് ചെയ്യണം. ആരെങ്കിലും കണ്ട വളരെ ബോറാട്ടോ. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇടറാ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്താ ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ടേ ഈശ്വര. ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ വല്ല കണ്ടിരുന്നെങ്കിൽ. എന്താണ്ട് ഇതിന്റെ എഞ്ചിൻ കാണുന്നില്ലേ? എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം. പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയേറ്ററിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്. നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യണ്ടേ? ചേച്ചി വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഫോഴ്സിനെ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ തള്ളണം അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്കാ. കേരള വണ്ടിയില്. അമ്മച്ചി, ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴിയിട്ടെങ്കിലും ആരോ പറഞ്ഞത്. അത്ര ആരോ അല്ല, ഞാനാ പറഞ്ഞു. എന്നെ തള്ളേ. ഓക്കെ കണ്ടിന്റെയൊക്കെ കറക്റ്റ് അല്ലേ? ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. എന്തൊരു ജന്മം. ഇതെന്നെ തെരയുമാ? ലഡു അല്ലേ? ജിലേബി അല്ലേ? പഴംപൊരി. രാസയ്യ. അവളെ இந்த மாதிரி ஒரு ஹஸ்பண்ட் இந்த உலகத்துல யாருக்குமே கிடைக்காது. ஆமா, யாருக்கும் கிடைக்காது. ஏன்னா காலையில போன மாதிரி இருக்கான்னு பாத்துக்கிறேன். சந்தனம் குங்குமம் பியூட்டிஸ் போட்டு அப்படி இருக்குண்ணா. அப்பா அம்மா வந்தா முறுக்கு சீடை அச்சப்பம் எல்லாம் கொண்டு வந்திருக்கு. அப்பா ஆபீஸ் வரலையா? வந்தாச்சு. என்ன சொன்னார்? ஓ, என்ன அருமையான பொண்ணை கண்ணு போல பாக்கணும். போங்கண்ணா, எங்க அப்பா நல்லவர். വളരെ நல்லவர். அப்பா அம்மா உங்களுக்கு என்ன கொண்டு வந்திருக்கேன் தெரியுமா? ഇനി എന്താണോ കൊണ്ടുവന്നേക്കണേ? வாங்கண்ணா, காமிச்சு தரேன் வாங்க. എന്ത് മാറനാണാവോ? யாரையும் பார்த்தது? ஐயே, பாத்தீங்களா இருக்கு. என்ன நீங்க பீடி பிடிச்சிருக்கீங்களா? இல்லடா, நிஜமா நான் பீடி பிடிக்கல. ஆமாடா, போய் சொல்றேன். எனக்கு பீடி ஸ்மெல் நல்லா தெரியும். ருக்கு, എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് ചൊല്ലിയാച്ച് പല്ല് വേദനയ്ക്ക് ரொம்ப நல்ல മെഡിസിൻ സിഗരറ്റ് വലിക്കൂ. അതാ ഞാനൊരു സിഗരറ്റ് വലിച്ചേ. அப்படியா? அப்படின்னு நான் ஒண்ணு சொல்றேன். இனிமே நீங்க பீடி குடிச்சீங்கன்னா நான் உங்களை அடிக்கவே மாட்டேன். நல்ல பொண்ணு. ஆனா கொன்னிடுவேன், ஜாக்கிரதை. 1999, 2000, 2001, 2002 മതിയാ. ഇനി എനിക്ക് എണ്ണ അറിഞ്ഞൂടാ. ഇത് സംഖ്യയില്ല. ഓ, ഇനി വേറെന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്ന് പറഞ്ഞാ മതി. ഓ, സമ്മതിച്ചു. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. എന്നാലും അതൊരു അധിക ചെലവല്ലേ രേണു? ചെലവ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ അപ്പേട്ടാ? പക്ഷെ ഇത് ജീവിത ചെലവല്ലല്ലോ, ജീവിത പ്രകടന ചെലവല്ലേ? കൊറേയൊക്കെ പ്രകടിപ്പിക്കണം, എന്നാലേ സൊസൈറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവും. സ്റ്റാറ്റസ്? നീ പറയുന്ന ഈ സ്റ്റാറ്റസും സൊസൈറ്റിയും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഇത്രയും നാൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഒരു രണ്ടാം വിവാഹ വാർഷികാഘോഷം, വേറെ പണിയില്ല. അല്ലാതെ ആഘോഷിക്കാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. കുട്ടികളൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട. ആവശ്യമുള്ളപ്പോ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം.
നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. വാർഷികോ ആഘോഷോ എന്താ അറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്തളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം, മുതലാളിയെ പോലെ കുപ്പിയും പാട്ടയും പറഞ്ഞൊന്ന് ക്ഷണിക്കായിരുന്നാ മതി. അപ്പൊ പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കല്ലേ, ഈ വണ്ടിക്ക് സ്പീഡില്ല, വേഗം വിട് വിട് വിട്. ഒന്നിറങ്ങിയേ. എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ. അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി വിളിച്ചു വന്നാലോ? ടാക്സി. അങ്ങനെയാണ് കുട്ടികൾ ഞാൻ രംഗീല കണ്ടത്. ആന്റിസേ, ആന്റിക്ക് കുടിക്കാൻ വല്ലതും കൊടുത്ത? ഞാൻ എപ്പോഴും കൊണ്ടും. ഈ കൊലക്കയറൊന്ന് ലൂസാക്കി തരാൻ പറ്റുമോ? എനിക്ക് ഇടയ്ക്കൊന്ന് ശ്വാസം വിടേണ്ടി വരും. ഇങ്ങനെയാ കെട്ടുന്നത് അപ്പോട്ടാ? ഇത് കെട്ടുന്നവരൊക്കെ ശ്വാസം വിടാണ്ടാ നടക്കുന്നേ? അവരൊക്കെ ഇത് കെട്ടു മുമ്പേ ശ്വാസം മുഴുവൻ ഒന്നിച്ച് വലിച്ചെടുക്കുമായിരിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനി കോട്ടുകൂടിയുണ്ട്. അതെന്തിനാ? ഞാൻ ഇപ്പൊ തന്നെ ഷർട്ട് അത് ഇട്ടിരിക്കുകയല്ലേ. മാത്രം പോരെന്നേ. ഇവളുടെ കാര്യം ഈ കൈ കാണിച്ച്. ഇതും കൂടെ ഇട്ട് കഴിയുമ്പോ ഞാൻ ഉടനെ തന്നെ അന്ത്യശ്വാസം വലിക്കും. കൈക്കൊന്നും പറ്റില്ല. കൈ വിളിക്കുന്നു. ആ, നീ എന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച? എന്ത് ചിരിക്കുന്നേ? ഈ കോലം കെട്ടിച്ചിട്ട് ഇപ്പൊ അത് കണ്ടപ്പോ ചിരി വരുന്നുണ്ടല്ലേ? ചിരിച്ചോ? അതല്ല അപ്പോട്ടാ, പിന്നെ നല്ല സ്റ്റൈലായിരിക്കുന്നു. സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരന് ചേരുവെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്ന് നടന്നേ. അയ്യോ, ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. എന്തിനാ? എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ഇതിടുമ്പോ നടത്തം മാറുമോ? ആ, മാറും. നടന്നേ. നടക്കാൻ. ഇങ്ങനെ നടക്കും? അയ്യോ, അങ്ങനെയല്ല. ഇങ്ങോട്ട് നോക്ക്. പിന്നെ കൈയൊക്കെ ഇങ്ങനെ നീട്ടി, തലയൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ച് നല്ല സ്മാർട്ടായിട്ട് നടക്കണം. എവിടെ? നടന്നേ. സ്മാർട്ടായിട്ടല്ലേ? നടക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം. ആ, പിന്നെ ഞാൻ ആദ്യം ചെല്ലാം. കുറച്ചു കഴിഞ്ഞ് ഞാൻ അപ്പോട്ടാന്ന് നീട്ടി വിളിക്കും. അപ്പൊ ദേ ഇങ്ങനെ എല്ലാവരും വിഷ് ചെയ്ത് ഇറങ്ങി വരണം. എന്റെ അപ്പോട്ടിനെ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇങ്ങനെ താങ്ക് യു. ഇരിക്കും. രേണു, ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്സ്. നീ എന്താ വരാത്തെന്ന് ആലോചിക്കായിരുന്നു. പിന്നെ വരാതിരിക്കാനോ? നിന്റെ ആളെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ. ചെറിയൊരു സമ്മാനം. എന്റെ പൈലറ്റ് നിന്റെ ഹസിന് വേണ്ടി വാങ്ങിയ സൂട്ടാ. ഈ സൂട്ട് കാണുമ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് നിന്റെ ആളെ എന്റെ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. താങ്ക് യു. മോളെ, ഒറ്റയ്ക്ക് മടങ്ങി പോവേണ്ടതാ. നിന്റെ ആളെ ഒന്ന് വിളിക്കേ. കണ്ടിട്ട് ഇത്തിരി ചാപ്പാടും കഴിച്ച് വേഗം സ്ഥലം വിടേണ്ടതാ. പുള്ളിക്കാരൻ റെഡിയായി താഴെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു കോള് വന്നത്. ഇപ്പൊ വിളിക്കാട്ടോ. അപ്പോട്ടാ, എന്തായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ ഈ വേഷത്തിൽ? എന്നും ഇടാറുള്ള പാന്റും കോട്ടും മാറ്റി ഒരു നാടൻ വേഷത്തിൽ എല്ലാവരും മുന്നിൽ വരാന്ന് അപ്പോട്ട് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ആള് വളരെ സിമ്പിളാ. അതെ, സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരൻ ചേരില്ല. അത് അപ്പോട്ടിന്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയായിരുന്നു. നിന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം. ഞാൻ നാൻസി സാമുവൽ. നാൻസി സാമുവൽ എന്ത് ചെയ്യുന്നു? രേണുവായി ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നാ. ഇപ്പൊ ഇവിടെ സെറ്റിൽഡാ. ഹസ്ബൻഡ് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റാ. 5 അടി ഉയരം, ഒത്ത ശരീരം, നല്ല വെളുത്ത നിറം. മിസ്റ്റർ അപ്പുക്കുട്ടൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. കാണാൻ ഒരു വഴിയില്ല. എന്റെ അടുത്ത് വേണ്ടി തമാശ. സദാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്ലൈറ്റില്ല, ഭൂമിയിൽ കൂടി യാത്ര ചെയ്യാൻ തന്നെ എനിക്ക് പേടിയാ. പിന്നല്ലേ ആകാശത്തൂടി. എനിക്ക് ഒരു പഴയ സ്കൂട്ടുണ്ട്, ഞാൻ അതിലാ യാത്ര ചെയ്യാറ്. ലാംബി. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോ തൃപ്തിയായില്ല അപ്പോട്ടിന്. നാണം കെടാൻ തുണി കൊടുക്കാതെ ഒന്നും അല്ലല്ലോ ഞാൻ അവരോട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരിയ മംഗലത്ത് വീട്ടിൽ അപ്പുക്കുട്ടൻ അസൽ അപ്പുക്കുട്ടനായിട്ട് തന്നെയാ വന്നത്. ഇല്ല, എന്റെ ജീവിത അവസാനം വരെ ഞാൻ ഈ നാണക്കേട് മറക്കില്ല. മറക്കാതിരിക്കാനും വേണ്ടി അത്ര വലിയ പ്രശ്നമൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. നീ കെട്ടിത്തന്ന ആ വേഷം എനിക്ക് തീരെ ചേരുന്നില്ല. അതാണ് എനിക്ക് ചേരുന്ന ഈ വേഷം ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നത്. കേട്ടില്ലേ, ആ കോലത്തിൽ അങ്ങോട്ട് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നവരൊരു ചിരി എന്റെ തൊലി ഉരിഞ്ഞു പോയി. സാരമില്ല, ഉരിഞ്ഞു പോയ തൊലി വീണ്ടും വരും. പിന്നെ ചിരിയുടെ കാര്യം, സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അത് കണ്ട് നിന്ന് ചിരിക്കുന്ന മക്കളുണ്ട് ഇവിടെ. ഈ കവളൊന്ന് കോഷ്ടിച്ച് പല്ലിങ്ങനെ പുറത്ത് കാണിച്ച അതിന്റെ പേരാ ചിരി. അതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് ആദ്യം നീ മനസ്സിലാക്ക്. എന്തിനാ ഏതിനാ അപ്പോട്ടിന് മറുപടി പറയാൻ അറിയാം. പക്ഷെ ഞാനാണ് അവിടെ തളർന്നെന്ന് അപ്പോട്ട് മനസ്സിലാക്കിയില്ല. നീ ഇങ്ങനെ ചൂടാവുന്ന എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ക്ഷണിച്ച അതിഥികളിൽ നിന്റെ ആ ഡോക്ടർ വന്നില്ല, അതല്ലേ കാര്യം. ഡോക്ടർ? ഡോക്ടർ എന്റെ ആരാ?
ഞാൻ ക്ഷണിച്ചവരൊക്കെ എന്റെ ആരാ? ആ അവരുടെ ആർഭാടം കാണാനോ അവരുമായി ചങ്ങാത്തം കൂടാനോ അല്ല ഞാൻ അവരെ ക്ഷണിച്ചത്. പിന്നെ എന്തിനാ ക്ഷണിച്ചത്? എന്റെ ഭർത്താവിനെ, എന്റെ അപ്പോട്ടിനെ എല്ലാവരുടെയും മുന്നിൽ അന്തസ്സായി പ്രദർശിപ്പിക്കാനായി ഞാൻ ഒരുങ്ങിയത്. പ്രദർശിപ്പിക്കാൻ ഞാനൊന്ന് പ്രദർശന വസ്തുവോ? ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ ഇതുവരെ തടസ്സം നിന്നിട്ടില്ലല്ലോ. ഈ ചെറിയൊരു കാര്യം നീ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഞാൻ ഓർത്തില്ല. ക്ഷമിക്ക്. ഇനിയും വെഡിങ് ആനിവേഴ്സറികൾ വരില്ലേ? നമുക്ക് ഒരു കൊച്ചപ്പുക്കുട്ടം പറക്കട്ടെ. അവനെ നീ ആഗ്രഹിക്കുന്ന പോലെ പാന്റും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വലിയൊരു ടൈയും ഒക്കെ കെട്ടി അസലൊരു സായിപ്പ് കുട്ടിയായിട്ട് വളർത്താം. പോരെ? ചിരിക്കടോ, ചിരിക്കടോ. ആകെ കൊളാക്കി. ഇത് ഷൂട്ടിംഗ് ആഡ് ഫിലിമാ. அது பாரு, கேமரா லைட் HMI. நான் சொல்றது கேளுடா. போது இருக்கு. ஐயோ, என்ன பாப்பா, என்னாச்சு? சொல்லு ருக்கு. அப்பா அம்மா என்ன எப்படி இல்ல வளர்த்தே? ரத்தம், நம்ம குழந்தை எப்படி வளர்த்தின்னு நீ சொல்லி கொடு. நல்லா தான் வளர்த்தியது. அதுக்கு இப்ப என்னடா ஆச்சு? அப்படி சொல்லாதீங்க, எனக்கு அண்ணா தெரியணும். ஐயோ, அழாதம்மா, அழாத. என் கண்ணம்மாவே ஒரு உறும்பு போலும் கடிக்காம என் கண்ணா வளர்த்தின. அது சரி, அது நான் குழந்தையா இருந்த போது. அதுக்கப்புறம் நீ வளர்ந்து பெரிய பொண்ணாயதுக்கு அப்புறம் அழகும் ஆரோக்கியம் உள்ள கண்ணுக்கு நிறைஞ்சொரு பையன் கிட்ட உன்னை ஒப்படைக்கணும். நான் செய்துட்டேன். இனி என்ன ப்ராப்ளம்? இல்லப்பா, உங்களை ஏமாத்தியாச்சு. அவருக்கு அழகு இருக்கு, ஆரோக்கியம் இருக்கு, ஆனா ஒண்ணு மட்டும் கிடையாது, மனசு. அவர் மனசு நல்ல மனசுப்பா. கண்ணம்மா, நீ யார விஷயம் சொல்ற? வேற யாரு? அவர்தான் அத்துக்கார். அப்படியா? ஏன் பொண்ணு அழகு அளவுக்கு வச்சு அவன் கதையை இப்பவே நான் முடிச்சிடுவேன். முடிச்சிரு, என் கதையே முடிச்சிரு. நான் சொல்றது கேளப்பா. வாய மூடுற சரியா? நீ எதுக்கா டூப்ளிகேட் மேரேஜ் பண்ற? அது என் வேலையப்பா. யாரா அந்த வேலைப்ப? ஐயோ, அது என் வேலை அப்பா, ஜோலி. என் മനസ്സിൽ ഒരേ ഒരു പെണ്ണുതാ இருக்கு. என் ருக்கு. அவளோட குழந்தை முகம், அவளோட நடப்பு, அவளோட சிரிப்பு, அவளோட பேச்சு, அதெல்லாம் என் மனசுல இருக்கப்பா. அவள் மேல எவ்வளவு அன்பு பாசம் இருக்குன்னு உங்களுக்கு தெரியுமா? நான் காமிச்சறேன். என்னடா நீ காமிக்க போற? ஹனுமானா இருந்து என் நெஞ்சு பொடிச்சு காட்டியனே பாரு. ருக்கு இங்கதான் இருக்கு. சாரி, இங்கதான் இருக்கு. காமிச்சு தர்றேன். அவள் மேல எவ்வளவு அன்பு பாசம் இருக்குன்னு நான் காமிச்சு தர்றேன். நான் காமிச்சறேன். ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഞാൻ. ഇവൻ എന്നാ കാമിക്ക പോറ? ഷേർഷാ. എന്താ സംശയമുണ്ടോ? ഷേർഷാ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടികളോട് ചോദിച്ചാൽ മതി, അവ പറഞ്ഞു തരും. അതിന് തലയോട് സംസാരിക്കില്ലല്ലോ ഷേർഷാ. തലയോട്ടികൾ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഷേർഷാ സംസാരിക്കുന്നത്. ഇതാരുടെ തലയോട്ടിയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങൾക്കെന്നല്ല, ലോകത്താർക്കും അറിയില്ല. ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ അധോലോക ചക്രവർത്തിയായ മിത്സുയ ടഹാഷി. ഇതയാളുടെ 40ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. ഇതയാളുടെ 10ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കിന്ന് 3 കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 4, 5. അതെ, 6. എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്താ, നിങ്ങൾ അവളുടെ ഭർത്താവല്ലെന്നാണോ? അതല്ല. അതിൽ കൊണ്ടുപോകരുത്. എന്താ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ കെട്ടി തൂക്കിയത്. അത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം. അപ്പോ ഞാൻ അവളെ കൊന്നു തരണം അല്ലേ? അയ്യോ, കൊല്ലൊന്നും വേണ്ട. പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗം. ഒരു കാര്യം ചെയ്യാം.
തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ച് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം. അതൊന്നും വേണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഓ, ഞാൻ പറയുന്ന കേൾക്ക്. ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. എന്റെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ. ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ ഇക്കവളെ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിക്കണം, കയറി പിടിക്കണം. ഛേ, ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ശേർഷ പോകാറില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ശിഷ്യൻ ബൂർഷായി വിടാം. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഈ പണിക്ക് വേറെ ആരെ നോക്കിട്ട് കിട്ടിയില്ലേക്കാം. അഡ്വാൻസ് വെച്ച് എന്റെ ലൈഫിന്റെ പ്രശ്നം നാളെ വരണം. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞ റോഡിൽ ഈ മഞ്ഞ ഹെൽമെറ്റും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. ശരി, നിൽക്കൂ. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ്. അത് നന്നായി. പൊക്കോളൂ. എന്മേലെ കോമാ മറന്നിടാ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ருக்கு, നാളെ കാലയിലെ കോവില് പോണോ? ഒരു സത്രസംഹാര പുഷ്പാഞ്ജലി പണോ? ശരി, പരവല്ല, നീ വരലന്നെ ഞാൻ പോല. മൈൻഡ് ഒന്നും ശരിയല്ല, ഉടമ്പക്കല്ല ഒരേ വലി. ഒരു പ്രശ്നം എന്നെ தெரியாது. என்னன்னு தெரியாது. நெஞ்சு வலிக்குதா? ஆமா. சரி சரி, தூங்கிக்கோங்க. நாளைக்கு கோயிலுக்கு போலாம். தூங்கிக்கோங்க. தூங்குங்க. ஐயோ, இது என்னாச்சுன்னா?